അപർണ, നമുക്കിപ്പോൾ ജസ്റ്റിസ് എൻ രാമേന്ദ്രൻ നായർ നമുക്കൊപ്പം തന്നെ ചേരുന്നു. കോടതി വിധി സംബന്ധിച്ച കാര്യങ്ങൾ വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനോടുള്ള പ്രതികരണം? ഞാനല്ല പ്രതികരിക്കേണ്ടത്, ഗവൺമെൻറ്റാണ് പ്രതികരിക്കേണ്ടത്. കമ്മീഷൻ നിയമിച്ചത് ഗവൺമെൻറ്, കമ്മീഷൻ്റെ നിയമനത്തിന് കോടതി ന്യായീകരിച്ചത് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറലാണ്. അപ്പം കോടതി വിധി ഗവൺമെൻറ് പരിഗണിച്ച് ഗവൺമെൻറ് അതിനെക്കുറിച്ച് തീരുമാനം എടുക്കും. കമ്മീഷൻ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമില്ല. ഒരുപാട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യും കാര്യങ്ങൾ അതെല്ലാം മുന്നോട്ട് പോയതാണ്. അല്ല, കമ്മീഷൻ്റെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി കേസ് വന്നപ്പോൾ കമ്മീഷൻ തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തിവെച്ചു. കമ്മീഷൻ കോടതിയുടെ വിധി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കമ്മീഷൻ്റെ നിയമന സാധ്യത ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇനി കമ്മീഷൻ മുമ്പോട്ട് പോകേണ്ടതില്ല. ഗവൺമെൻറ്റാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഗവൺമെൻറ് അപ്പീൽ കൊടുക്കണോ എന്ത് വേണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കും. അല്ല കണ്ടെത്തലുകളൊന്നും നടത്തിയിട്ടില്ല. തെളിവുകളൊക്കെ ശേഖരിച്ചു, കുറേ പേരെ കേട്ടു. പക്ഷേ കമ്മീഷൻ അതിനെക്കുറിച്ച് പഠിച്ച് തീരുമാനങ്ങളും ശുപാർശകളും റെഡിയാക്കി തീർന്നിട്ടില്ലായിരുന്നു. അതെല്ലാം ചെയ്യേണ്ട ആവശ്യം ഇനിയില്ലല്ലോ. അതെ, അല്ല അതെനിക്കറിയില്ല. ഞാൻ തെളിവുകൾ ശേഖരിച്ചു, റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കോടതി കേസ് വന്നതും കമ്മീഷൻ്റെ നിയമനത്തിന് തന്നെ ചോദ്യം ചെയ്ത കേസ് വന്നപ്പോൾ പ്രവർത്തനം നിർത്തിവെച്ചു. അത് ഗവൺമെൻറ്റിനെ ഞാൻ അറിയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഗവൺമെൻറ് തന്നെ കമ്മീഷൻ്റെ കാലാവധി നീട്ടി, കോടതി കേസുണ്ടായിരുന്നുണ്ട്. പിന്നെ കോടതി വിധി ഇങ്ങനെ വന്നപ്പോൾ ഇനി ഗവൺമെൻറ് അതിനെക്കുറിച്ച് പഠിച്ച് ഗവൺമെൻറ് എന്ത് ചെയ്യണം തീരുമാനിക്കും. ഗവൺമെൻറ്റിന് വേണേൽ അപ്പീൽ കൊടുക്കാം, ഗവൺമെൻറ് വേണേൽ വിധി അംഗീകരിക്കാം. അപ്പോൾ ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അല്ല, ഗവൺമെൻറ്റിന് ബോധ്യമുള്ളത് കൊണ്ടാണ് കമ്മീഷൻ നിയമിച്ചത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിഗമനം തെറ്റാണെന്ന് കോടതി പറഞ്ഞു. ഇനി ഗവൺമെൻറ് അതിനെക്കുറിച്ച് പഠിക്കും, ഗവൺമെൻറ് നിയമോപദേശം എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ പുനർതീരുമാനം ഗവൺമെൻറ്റിൻ്റെ കൈവശമാണ് തീരുമാനം. ഗവൺമെൻറ് തീരുമാനിക്കും അപ്പീൽ കൊടുക്കണോ, ഈ ജഡ്ജ്മെൻറ്റ് അംഗീകരിക്കണോ എന്ന്. കമ്മീഷൻ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായമില്ല. അല്ല കുട്ടി, അല്ല കുട്ടി, ഞാൻ വിധിയെ കണ്ടിട്ടോ വിധിയുടെ നിരീക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ടോ ഇല്ല. കോടതി നിയമനം അസാധുവാക്കി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇനി ഞാൻ മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. അതൊരു ഫൈൻഡിങ് ആണ്. ഹൈക്കോടതി വിധി എല്ലാവർക്കും ബാധകമാണ്, ഗവൺമെൻറ്റിനും എനിക്കും എല്ലാം ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് ഇനി മുമ്പോട്ട് പോകുന്നത് ഇനിയൊരു കോടതി ഇതിന് മുകളിൽ അപ്പീൽ കോടതി എങ്ങാനും തിരിച്ച് വിധിച്ചാൽ മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. ഇല്ലില്ല, ഇനി കമ്മീഷനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കമ്മീഷനെ നിയമിക്കാൻ ഗവൺമെൻറ്റിന് അധികാരമില്ലെന്ന് കോടതി പറഞ്ഞാൽ പിന്നെ കമ്മീഷന് റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഡീറ്റെയിൽസ് ഗവൺമെൻറ് ചോദിച്ചാൽ കൊടുക്കാമെന്നല്ലാതെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ വേറെ കോടതി വിധിയെ മറികടന്ന് വേറെ വിധി എഴുതിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ല, സർക്കാർ അപ്പീൽ കൊടുത്ത് ഈ ജഡ്ജ്മെൻറ്റ് റദ്ദാക്കി കമ്മീഷൻ നിയമനം ശരിവെച്ചാൽ മാത്രമേ ഉള്ളൂ കമ്മീഷൻ മുമ്പോട്ട് പ്രവർത്തനം കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അത് സർക്കാർ തീരുമാനം എടുക്കും. ഇനിയിപ്പോൾ സർക്കാരിന് നിയമോപദേശം ധാരാളമുണ്ട്. ഗവൺമെൻറ്റിന് അഡ്വക്കേറ്റ് ജനറൽ വരെ എല്ലാവരും ഹൈക്കോടതിയിലുണ്ട്. അപ്പോൾ അവരെ അഭിപ്രായം ചോദിച്ച് അപ്പീൽ കൊടുക്കണമെന്ന് തീരുമാനിക്കും. അപ്പോൾ ഗവൺമെൻറ് പറയണ പോലെ ഞാൻ ചെയ്യും. ഒരുപാട് ഈ നിയമ കാര്യങ്ങളുണ്ടെങ്കിലും സങ്കീർണതകളും അത്യാവശ്യ കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളൊരു വിഷയമാണെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. അല്ല, അതെല്ലാം ശരിയാണ്. അതൊന്നും അല്ലെന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ. കോടതി ഞാൻ പറഞ്ഞില്ലേ, കോടതിയുടെ നിരീക്ഷണങ്ങൾ എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, കോടതി വിധി കണ്ടിട്ടില്ല. ഇപ്പം റിപ്പോർട്ടിൽ വന്നത് മാത്രമേ ഉള്ളൂ എനിക്കറിയാവുള്ളൂ. അപ്പോൾ കോടതി അതിനെക്കുറിച്ചൊന്നും തിരിച്ച് വിധിച്ചിട്ടില്ലല്ലോ. ജനങ്ങളുടെ ആശങ്ക മറ്റുന്ന കാര്യത്തിനെക്കുറിച്ചൊന്നും കോടതി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി ആർക്കും എതിരായിട്ട് വിധിച്ചിട്ടില്ല. കോടതി ആകെ കമ്മീഷൻ്റെ നിയമനം ശരിയല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ആർക്ക് എന്ത് ചെയ്യണമെന്നും എന്ത് അവകാശം ഉണ്ടെന്നും കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും എതിരായിട്ടാണ് വിധി എന്ന് പറയാൻ ഒക്കെയില്ല. ഒരു കമ്മീഷൻ ആവശ്യമില്ലെന്ന് കോടതി പറഞ്ഞു, അത്രയേ ഉള്ളൂ. എനിക്കറിയില്ല കുട്ടി, അതിനെക്കുറിച്ച് ഗവൺമെൻറ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഗവൺമെൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ കോടതിയെ കൺവിൻസ് ചെയ്യാത്തില്ല, അതുകൊണ്ടാണല്ലോ കോടതി ഇങ്ങനെ വിധിച്ചത്. അല്ല, ഗവൺമെൻറ് ഗൗരവകരമായിട്ട് അല്ലാതെ ഒന്നും പരിഗണിക്കുകയല്ലോ. അഡ്വക്കേറ്റ് ജനറലിനെ വെച്ച് കേസ് നടത്തിയില്ലേ? അത്ര സുപ്രധാനമായ ഒരു കാര്യമായിട്ട് ഗവൺമെൻറ് എടുത്താണല്ലോ അഡ്വക്കേറ്റ് ജനറലിനെ വെച്ച് കേസ് നടത്തിയത്. ഞാൻ മനസ്സിലാക്കുന്ന അഡ്വക്കേറ്റ് ജനറൽ കേസ് വാദിച്ചതെന്ന്. അതിൽ കൂടുതൽ ഗവൺമെൻറ്റിനൊരു അഡ്വക്കേറ്റ് ഇല്ല ഹൈക്കോർട്ടിൽ. ഗവൺമെൻറ് അത്ര വളരെ ഗൗരവമായിട്ട് എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് സംശയമൊന്നുമില്ല. അത് അവരോട് ചോദിക്കുക. നിയമ പ്രശ്നം നീണ്ടുപോയാൽ അവർക്ക് എങ്ങനെയാണ് ഭവിഷ്യത്ത് എന്നുള്ളത് അവർക്ക് അറിയാവുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അതെല്ലാം കോടതി പരിഗണിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. കോടതിയുടെ പരിഗണനയിലെല്ലാം വന്ന് കാണുമല്ലോ. അപ്പോൾ കോടതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല എന്തൊക്കെ പറഞ്ഞായിരിക്കും. അത് ഡിവിഷൻ ബെഞ്ചിൽ കേസ് കേൾക്കുമ്പോഴല്ലേ, അവരുടെ വിധി വരുമ്പോഴല്ലേ അറിയാവുള്ളൂ. എനിക്കറിയില്ല. കോടതി വിധികളെക്കുറിച്ചൊന്നും എനിക്ക് ഇപ്പം മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് എന്ത് വ്യൂ എടുക്കുന്നു, ഇത് അംഗീകരിക്കുന്നു, അതെയോ ശരിയല്ലെന്ന് പറയുമെന്നുള്ളത് നമുക്കറിയില്ല. അവരുടെ പ്രതികരണം കുട്ടി അവരോട് ചോദിക്കുക. അവർ പറയും എന്താ ചെയ്യാൻ അവരുടെ പ്രതികരണം എന്ന്. തീർച്ചയായിട്ടും അവരുടെ സമരസമിതിയും എല്ലാം ഉണ്ടല്ലോ, അവരെങ്ങോട്ട് സംസാരിക്കുക. എനിക്കറിയില്ല അവരുടെ പ്രതികരണം എന്തായിരിക്കും. ഞാൻ അതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടുന്നില്ല. കാര്യം ഞാൻ കോടതി ജനങ്ങളുടെ കാര്യങ്ങളിലും ആശങ്ക ഉള്ളവരാണ് കോടതി. അതുകൊണ്ട് കോടതി വിധിയെ ഞാൻ അപ്പാടെ മാനിക്കുന്നു. അതല്ലാതെ അത് ഞാനും സർക്കാരും കോടതി വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ വിധിയെ മറികടക്കണമെങ്കിൽ ഗവൺമെൻറ്റിന് മാത്രമേ അപ്പീൽ കൊടുത്ത് ചെയ്യാനൂ. അത് ഗവൺമെന്റ് അത് തീർച്ചയായിട്ടും പരിഗണിക്കും. ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ പ്രതികരണമാണ് കേട്ടത്. ഇതിൽ കമ്മീഷന് വ്യക്തിപരമായിട്ട് അഭിപ്രായമില്ല. പ്രതികരിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും സർക്കാർ തന്നെയാണ്. കോടതി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണല്ലോ എടുക്കുന്നത് എന്നുള്ള പ്രതികരണവും